ഇന്ന് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പഠിക്കാനായി ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ വചനം എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവശാസ്ത്രം നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്. ദൈവത്തിൻ്റെ വചനം പഠിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മയാണ് ദൈവം ഒരുക്കി വച്ചിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. തിയോളജിക്കൽ എഡ്യൂക്കേഷൻ, മേക്കിംഗ് ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ദൈവവചന പഠനം അല്ലെങ്കിൽ ദൈവശാസ്ത്ര പഠനം എങ്ങനെ സഹായിക്കുന്നു എന്നത് നമ്മൾ ഇന്ന് ചുരുക്കമായി ധ്യാനിക്കാനായി ഒരുങ്ങുകയാണ്. ഏത് കാര്യവും ഭംഗിയായി ചെയ്യണമെന്നുണ്ട് എങ്കിൽ അതിന് കൃത്യമായ ഒരു പരിശീലനവും പഠനവും ആവശ്യമുണ്ട്. ഒരു പരിശീലനവും പഠനവും ഇല്ലാതെ ഒരിക്കലും ഒരു കാര്യവും വ്യക്തമായി ഭംഗിയായി ചിട്ടയോടെ നമുക്ക് നിർവഹിക്കാനായി സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ഭംഗിയായി ചിട്ടയായി അനുഗ്രഹത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് എങ്കിൽ കൃത്യമായ ദൈവവചന പഠനം അല്ലെങ്കിൽ ദൈവശാസ്ത്ര പഠനം നമുക്കെല്ലാവർക്കും അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ വചനം പഠിക്കണമെന്ന് പറയുന്നത്? കാരണം വചനത്തിലുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടാതെ പോകുന്നത്. വചനത്തിനുള്ളിൽ നമുക്കുള്ള ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ നമുക്കത് പഠിക്കാനായുള്ള സാഹചര്യങ്ങളോ വായിച്ച് തിരിച്ചറിയാനുള്ള സാധ്യതകളോ നമ്മൾ പ്രയോജനപ്പെടുത്താതെ വരുമ്പോൾ വചനം അതിനുള്ളിലുള്ള അനുഗ്രഹങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് നിക്ഷേപിക്കാതെ ഇരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു പുതിയൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായി ശ്രമിക്കണം. ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുന്നതിന് വേണ്ടി ദൈവം നൽകിയ ഒരു ദാനമാണ്. അതിനുള്ളിൽ എനിക്ക് ദൈവം നൽകിയിട്ടുള്ള ഗിഫ്റ്റുകൾ, നന്മകൾ ഞാൻ കണ്ടെത്താനായി ശ്രമിക്കും എന്ന് നമ്മൾ ഓർക്കണം. വചനത്തിൽ പറയുന്നുണ്ട്, ദൈവവചനത്തിനുള്ളിലുള്ള നന്മകളെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു അന്വേഷണമാണ് ഇന്നത്തെ ഈ ചിന്തയിലൂടെ നമുക്ക് ദൈവം നൽകാനായി ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി നമ്മൾ വായിച്ച യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോവുകയാണ്. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം. ഈ അധ്യായത്തിൽ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ ദൈവത്തിൻ്റെ പെട്ടകവുമായി ഇസ്രായേൽ ജനങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് പശ്ചാത്തലം. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നു. ആ പ്രതിസന്ധിയുടെ പേരാണ് മുൻഭാഗത്ത് ഒരു നദി തടസ്സമായി നിൽക്കുകയാണ്. യോർദാൻ നദി കടന്നാൽ മാത്രമേ അവർക്ക് മറുകരയിൽ എത്താനായി സാധിക്കുകയുള്ളൂ. യോർദാൻ എന്ന നദി അവർക്ക് മുന്നിൽ ഒരു തടസ്സമായി നിന്നു. പക്ഷേ അവർക്ക് മറുകര കടന്നാൽ മാത്രമേ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായി സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു പ്രതിസന്ധി നമ്മുടെ കഴിവ് കൊണ്ട് അതിജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് ശക്തമായി മുന്നോട്ട് പോകാനായി കഴിയുന്നത് എന്നതാണ് ഈ അധ്യായത്തിൻ്റെ പ്രതിപാദ്യം. നമ്മൾ വായിക്കുന്നുണ്ട്, യോർദാൻ്റെ ആ നാളിലെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ തൊട്ട് പിന്നിലത്തെ അധ്യായത്തിൽ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനം, യോർദാൻ തീരമെല്ലാം കര കവിഞ്ഞ് ഒഴുകുന്ന ഒരു സീസണിലൂടെയാണ് ഇവരവിടെ എത്തുന്നത്. യോർദാൻ നദി തീരമെല്ലാം കവിഞ്ഞൊഴുകുന്നു, നദി നിറഞ്ഞൊഴുകുകയാണ്. വെള്ളം കുറവുള്ള ഒരു സീസണല്ല, സാധാരണയുള്ളതിനേക്കാളും നദി നിറഞ്ഞ് കവിയുകയാണ്. നമ്മൾ ഓർക്കേണ്ടത് സാധാരണയുള്ള പ്രശ്നത്തെക്കാളും പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങളെല്ലാം നമുക്ക് മറുകരയിൽ കടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ കര കവിഞ്ഞൊഴുകുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പശ്ചാത്തലം. അങ്ങനെയുള്ള ഒരു ജീവിത പശ്ചാത്തലത്തിലൂടെ നമ്മൾ പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളിൽ പലരും നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ടാകും. മറുവശത്ത് നമുക്ക് പോകണമെന്നുണ്ട്, ഈ പ്രശ്നത്തെ അതിജീവിക്കണമെന്നുണ്ട്. പക്ഷേ കര കവിഞ്ഞൊഴുകുന്ന നദി പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മറുകരയിലേക്കുള്ള യാത്രയ്ക്ക് വിഘാതം സൃഷ്ടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ദൈവം യോശുവയോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനായി ശ്രമിക്കുമ്പോൾ പുരോഹിതന്മാർ
അവരുടെ കരങ്ങളിൽ ദൈവം നൽകിയിട്ടുള്ള വചനത്തിൻ്റെ പേടകം എടുത്ത് മുന്നിൽ നിന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങണം എന്നവരോട് പറയുകയാണ്. പുരോഹിതന്മാരുടെ കയ്യിലുണ്ടായിരുന്നത് ന്യായപ്രമാണം എഴുതി വച്ചിരുന്ന 10 കൽപ്പനകൾ ഉൾപ്പെട്ടിരുന്ന നിയമപ്പെട്ടകമായിരുന്നു. നമ്മൾ വായിക്കുന്നു 4-ാം അധ്യായം 7-ാം വചനം. യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ 2 പിരിഞ്ഞു. യോർദാനിലെ വെള്ളം അവർക്ക് വലിയൊരു തടസ്സമായി നിന്ന് കര കവിഞ്ഞു നിന്ന ആ വെള്ളം ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുന്നിൽ 2 പിരിഞ്ഞു. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവവചനത്തിൻ്റെ മുന്നിൽ വഴി തുറക്കാത്ത ഒരു പ്രശ്നവും ഇല്ല. ദൈവവചനത്തിൻ്റെ മുൻപിൽ തുറക്കപ്പെടാത്ത ഒരു വാതിലുമില്ല. ദൈവവചനത്തിൻ്റെ മുൻപിൽ അഴിയപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല. ദൈവവചനത്തിൻ്റെ മുമ്പിൽ സൗഖ്യമാകാത്ത ഒരു രോഗവുമില്ല. ദൈവവചനത്തിൻ്റെ മുമ്പിൽ പരിഹാരം കിട്ടാത്ത ഒരു പ്രശ്നവുമില്ല. അത് ഈ ദൈവജനത്തെ പഠിപ്പിക്കാനായി ദൈവം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. പുരോഹിതന്മാർ ദൈവവചനമാകുന്ന ഈ പൊരുളുകൾ നിറച്ച പെട്ടകം എടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് പോകട്ടെ. അത് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ന്യായപ്രമാണ പെട്ടകം ആ സ്ഥലത്തേക്ക് പുരോഹിതന്മാരാൽ ഒഴുകുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ ജലം 2 വഴി മാറിക്കൊടുത്തു. അർത്ഥം മറ്റൊന്നുമല്ല, വചനത്തിൻ്റെ മുമ്പിൽ തുറക്കാത്ത വാതിൽ ഒന്നും ഇല്ല. അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. വചനം അറിഞ്ഞില്ല എങ്കിൽ വാതിൽ തുറക്കാനായി കഴിയില്ല. വചനം അറിഞ്ഞില്ല എങ്കിൽ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ കഴിയില്ല. വചനം കൈകൊണ്ടെടുത്തില്ല എങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉന്നതങ്ങളിലേക്ക് ഓടിക്കയറാനായി സാധിക്കുകയില്ല. നിങ്ങളുടെ കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശവുമായി ദൈവം തന്നിട്ടുള്ള സ്വർഗീയ മന്നയാണ് ഈ വചനം. ഈ വചനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് വഴിയും നിങ്ങൾക്ക് മുമ്പിൽ ദൈവം തുറന്നു വയ്ക്കും. ഏത് ശത്രുവും നിങ്ങൾക്ക് മുന്നിൽ നിന്ന് മാറിത്തരും. ഏത് പ്രതികൂലവും നിങ്ങളെ വിട്ട് മാറും. അതുകൊണ്ടാണ് ദൈവം പറയുക, എൻ്റെ ജനം ഈ വചനം അറിയാത്തത് കൊണ്ട് ഇന്നും തകർച്ചയിൽ കിടക്കുകയാണ്. എൻ്റെ ജനം വചനത്തിൻ്റെ ആഴം പഠിക്കാത്തത് കൊണ്ട് ഇന്നും തകർന്നു കിടക്കുന്നു. എവിടെയെല്ലാം വചനം പഠിക്കാനായി ജനം പിന്നിലേക്ക് പോയിട്ടുണ്ടോ അവിടെയെല്ലാം പരാജയത്തിലൂടെ ജനം കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു അത്ഭുതത്തെ ദൈവം ജനത്തെ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് കര കവിഞ്ഞൊഴുകിയ ഈ നദി 2 വഴി ഒരുക്കി കൊടുത്തത്? ഏതിൽ നിന്നാണ്? ദൈവവചനത്തിൻ്റെ ശക്തിയാൽ. ഒന്നുകൂടെ നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് വായിക്കുക. 4-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം. യോർദാനിലെ വെള്ളം എങ്ങനെയുള്ള വെള്ളമാണ്? കര കവിഞ്ഞൊഴുകിയ ആ വെള്ളം. കര കവിഞ്ഞൊഴുകിയ പ്രശ്നം യഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മുൻപിൽ 2 പിരിഞ്ഞത് നിമിത്തം 2 പിരിഞ്ഞു. 2 പിരിഞ്ഞ് അവിടെ വഴി ഒരുക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. വചനത്തിൻ്റെ മുമ്പിൽ തുറക്കപ്പെടാത്ത ഒരു വാതിലും ഇല്ല. വചനത്തിൻ്റെ മുമ്പിൽ മാറാത്ത ഒരു പ്രശ്നവും ഇല്ല. വചനത്തിൻ്റെ മുമ്പിൽ അഴിയാത്ത ഒരു കെട്ടും ഇല്ല. സാത്താൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെയാണ്. ഏറ്റവും പേടിയുള്ളത് അവൻ എന്തിനെയാണ്? വചനത്തെയാണ്. നിങ്ങൾക്കൊരു പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്കുള്ള ആൻസേഴ്സ് ഇതിനകത്തുണ്ട്. സീക്ക് യു വിൽ ഫൈൻഡ് ഇറ്റ്. അന്വേഷിക്കുന്നവൻ അത് കണ്ടെത്തും. ഇല്ലാതെയുള്ള മനുഷ്യൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വഴികളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായി ശ്രമിക്കും. പക്ഷേ ശാശ്വതമായ പ്രശ്നപരിഹാരം ഒരിക്കലും നമുക്ക് കണ്ടെത്താനായി സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ വചനത്തിനുള്ളിൽ നിങ്ങൾക്കുള്ള രക്ഷയുണ്ട്. അതിനെ പഠിക്കണം, അതിനെ കണ്ടെത്തണം, അതിനെ അന്വേഷിക്കണം. അപ്പോൾ ഇവിടെ വലിയൊരു അത്ഭുതം നടന്നു. അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ രണ്ടാമതൊരു കാര്യം പറയുകയാണ്. ഇങ്ങനെ വെള്ളം 2 പിരിഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ഒരു അത്ഭുതം ഇവിടെ നടന്നല്ലോ, ഇതിൻ്റെ ഓർമ്മ നിങ്ങൾ അടുത്ത ജനറേഷനോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മുമ്പിൽ വചനത്തിലൂടെ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു, നിങ്ങൾ ഇതിനെ പറഞ്ഞു കൊടുക്കണം. അതിനവരോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിലവിൽ 12 ഗോത്രങ്ങളുണ്ടല്ലോ. പുരോഹിതന്മാർ വചനവട്ടകവുമായി ഉറച്ചു നിന്ന ആ സ്ഥലത്തിൽ നിന്ന്, അവരുടെ കാൽ ചുവട്ടിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ വീതം, ആകെ 12 പേർ. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഓരോ കല്ലെടുത്ത്
ആ കല്ല് കൊണ്ട് മുന്നിലേക്ക് വരണം. ആ കല്ല് നിങ്ങൾക്കൊരു അടയാളമായിരിക്കണം. നിങ്ങൾ അതിനെ ഗിൽഗാൽ എന്ന സ്ഥലത്ത് നാട്ടണം. വാക്യം 19. അങ്ങനെ ജനം യോർദാനിൽ കയറി യെരിഹോവിൻ്റെ കിഴക്ക് അതിലുള്ള ഗിൽഗാലിൽ പാളയമിറങ്ങി. യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നീട്ടി. ഈ കല്ല് എന്ത് എന്ന് വരും കാലത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിച്ചാൽ, ഇസ്രായേലിൻ്റെ സർവശക്തനായ ദൈവം സർവശക്തിയുള്ളവനാണെന്ന് നിങ്ങൾ അറിയേണ്ടതിനും നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടേണ്ടതിനും ദൈവം നിങ്ങളെ വഴി നടത്തിയതിന് അടയാളമായി നിങ്ങൾക്ക് ഇത് എന്നേക്കും ഇരിക്കുകയും വേണം. നിങ്ങളുടെ മക്കളെ നിങ്ങളിത് പഠിപ്പിക്കുകയും വേണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഏതിനുള്ളിൽ അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. വചനത്തിനുള്ളിൽ അനുഗ്രഹമുണ്ടെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആദ്യമായി ദൈവത്തിൻ്റെ മക്കളോട് ആഹ്വാനം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇറ്റ് ഈസ് ലിവിങ് ആൻഡ് ആക്റ്റീവ്. അത് വെറുതെ ഇരിക്കുന്നതല്ല, ജീവനും ചൈതന്യവും ഉള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് ആക്റ്റീവ്, എപ്പോഴും ആക്റ്റീവാണ്, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, നിർജീവമായി പോകുന്നതല്ല. ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും ഈ വചനം എടുത്ത് മുന്നോട്ട് പോയാൽ ആ വചനം എടുക്കുന്നവനെ ദൈവം ശക്തമായ രീതിയിൽ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കിയത്, ദൈവവചനത്തിൻ്റെ മുൻപിൽ തുറക്കപ്പെടാത്ത ഒരു വാതിലും ഇല്ല, അഴിയാത്ത ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളത് വിശ്വസിച്ച് നിങ്ങൾ ആ വചനം വായിക്കണം. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് വിഷയം തന്നപ്പോൾ അതിനുവേണ്ടി ആ പ്രാർത്ഥന തുറക്കാൻ വേണ്ടി ചില വചനങ്ങൾ തന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആ വചനം വായിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാകും, ആ വചനത്തിൽ വേഗത്തിൽ ഒരു ഹീലിംഗ് ഉണ്ടാകും. അതുകൊണ്ട് വചനം പറഞ്ഞ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ഏതൊരു പ്രാർത്ഥന പറയുമ്പോഴും അതിന് സപ്പോർട്ടായിട്ട് അത് തുറക്കാനായിട്ടുള്ള ഒരു വചനം ദൈവം വച്ചിട്ടുണ്ടായിരിക്കും. ഈ താക്കോലെടുക്കാതെ വെറുതെ പോയി വാതിൽ പോയി കിടന്ന് തള്ളിയാൽ എന്ത് ചെയ്യില്ല? വാതിൽ കാവൽക്കാരൻ നമുക്ക് വേണ്ടി തുറന്നു തരണമെന്നില്ല. നമ്മുടെ ഉള്ളിൽ വചനത്തിൻ്റെ താക്കോലുണ്ടാകണം. താക്കോൽ കൈവശമുള്ളവന് വാതിൽ തുറക്കാം. ആ താക്കോൽ നമുക്ക് വേണ്ടി ദൈവം നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വചനം തുറന്ന് നിങ്ങൾ വായിച്ചാൽ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം സമൃദ്ധിയായി നൽകും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പള്ളിയിൽ വരുമ്പോൾ എന്ത് കൊണ്ടുവരണം? വചനം നിറച്ച ബൈബിൾ കൊണ്ടുവരണം. വായിക്കുമ്പോൾ നിങ്ങളത് തുറക്കണം. കാരണം നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ചിലപ്പോൾ വായിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കിട്ടില്ല. പക്ഷേ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ വചനം തുറക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ ഉള്ളിലേക്ക് നിറയും. നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മളറിയാതെ തുറക്കപ്പെടും. അതിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. അതായത് നമ്മൾ ഈ ബൈബിൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതുപോലെ തുറക്കപ്പെടാതിരിക്കും. പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന നിങ്ങളിത് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ വാതിൽ തുറക്കും. മനസ്സിലായോ? വചനം നിങ്ങൾ തുറക്കുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ദൈവം തുറന്നു തരും. അതുകൊണ്ട് ഇത് തുറക്കണം. ബൈബിൾ വെറുതെ വെച്ചേക്കരുത്, ബൈബിൾ തുറക്കണം. മക്കളോട് പറയണം, ബൈബിൾ വായിക്കാൻ പറയണം, ബൈബിൾ ധ്യാനിക്കാനായിട്ട് അവരോട് പറയണം. ഇനി ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന ഒരു കാലം നമ്മൾ മനസ്സിലാക്കി. എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് കഴിയാത്ത, നമുക്ക് മുന്നിൽ കവിഞ്ഞൊഴുകുന്ന പ്രശ്നങ്ങൾ ഇതുപോലെ വരും. ഒരു നദിയെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് കഴിയുമോ? ഇല്ല. നദി പോലെ പ്രശ്നങ്ങൾ വന്നാൽ നമുക്കൊരിക്കലും അതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പിന്നാലെ വരുമ്പോൾ തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിൽ വചനത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളത് ആദ്യമായിട്ട് മനസ്സിലാക്കുക. അതിനെന്താണ് ചെയ്യേണ്ടത്? വചനം പഠിച്ചവർ വചനം കയ്യിലെടുത്താൽ അത്ഭുതം നടക്കും. കേട്ടോ? രണ്ടാമത്തെ കാര്യം എന്താണ്? വചനം പഠിച്ചവർ വചനം കയ്യിലെടുത്താൽ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഇവിടെ വചനം കയ്യിലെടുത്തത് ആരാണ്? വചനം പഠിച്ച ലേവ്യ പുരോഹിതന്മാരാണ് വചനം കയ്യിലെടുത്തത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വചനം പഠിച്ചവർ, വചനം പഠിച്ച പുരോഹിതന്മാർ, ദൈവവചനം ദൈവം നൽകുന്നവർ, അത് ജനത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കയ്യിലെടുത്തു കഴിഞ്ഞാൽ ജനത്തിന് അനുഗ്രഹമാകും. അതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വചനം പഠിച്ചവർ വചനം കയ്യിലെടുത്തു കഴിഞ്ഞാൽ ജനത്തിന് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. ഇവിടെ പുരോഹിതന്മാർ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വചനം, അവർക്ക് ദൈവം നൽകിയ ദൈവിക ജ്ഞാനവും ദൈവം നൽകിയ വചനത്തിലുള്ള ആത്മീകമായ
എല്ലാ ചിന്തകളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവർ ആ വചനത്തെ ചുമക്കാനായി തയ്യാറായപ്പോൾ, ആ വചനത്തെ ശിരസാ വഹിക്കാനായി അവർ തയ്യാറായപ്പോൾ അവിടെ ജനത്തിന് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടുകയാണ്. എപ്പോഴും ഒരു ദൈവജനം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ട് എങ്കിൽ വചനമറിയാവുന്നവർ, അല്ലെങ്കിൽ ആ ജനത്തെ നയിക്കാനായി ദൈവം നിയോഗിച്ചിരിക്കുന്നവർ വചനത്തിൻ്റെ പൊരുൾ ജനത്തിന് പറഞ്ഞു കൊടുക്കണം. വീട്ടിലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കേണ്ടത് ഇതുപോലെ വീട്ടിലെ ഭവനത്തിലെ നാഥനോ നാഥയോ ആയിരിക്കുന്ന ഒരാളാണ്. ആ വ്യക്തി പൊരുളുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി നിറയും. ഇനി നമ്മൾ വായിക്കുക മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം വചനം. മത്തായിയുടെ തൊട്ട് പുറകിൽ നമുക്ക് കിട്ടും. മലാഖി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. നമ്മളവിടെ വായിക്കുന്നു, പുരോഹിതൻ ആരാണ്? പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതും അല്ലയോ. അപ്പോൾ ദൈവമാണ് സത്യത്തിൽ നമുക്ക് വചനത്തിൻ്റെ പൊരുളുകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ മക്കൾ നമുക്ക് നൽകിയൊരു വാഗ്ദത്തം എന്താണ്? യേശുവിൻ്റെ വരവ് കഴിഞ്ഞതോടുകൂടെ നമ്മളെല്ലാവരും ഈ രാജകീയ പുരോഹിത വംശത്തിൻ്റെ കൂട്ടവകാശികളാണ്. ഇവിടെ നിന്ന് ഓൾട്ടറിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും ഈ പുരോഹിത ശുശ്രൂഷയുടെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നത്, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ അധരങ്ങൾ എന്ത് സൂക്ഷിച്ചു വയ്ക്കണം? പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കണം. അത് ആരോട് ചോദിച്ച് പഠിക്കണം? ദൈവീക ആലോചന ചോദിച്ച് ദൈവത്തിൽ നിന്ന് വചനങ്ങളെ പഠിക്കണം. അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്ന ദൈവശബ്ദം നമ്മൾ കേൾക്കാനായി ശ്രമിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൃപയിൽ വളരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. നമുക്ക് ഒരു ബുക്കിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാളും അപ്പുറം ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട്. ദൈവത്തിന് നമ്മളോട് നേരിട്ട് സംസാരിക്കാനായിട്ടുണ്ട്. ദൈവത്തിന് നമ്മളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കാനായി ആഗ്രഹിക്കുമ്പോൾ ദൈവ ശബ്ദം കേൾക്കാനായി നമ്മൾ നിന്നു കൊടുക്കണം. അങ്ങനെ നിന്നു കൊടുത്ത ഒരാളാണ് ഏലി പുരോഹിതൻ്റെ കീഴിൽ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ ബാലൻ. എന്താണ് അവൻ്റെ പേര്? സാമുവേൽ ദൈവ ശബ്ദം കേട്ടു. ദൈവവചനം കേട്ട് ദൈവവചനത്തിനനുസരിച്ച് മാത്രമാണ് സാമുവേൽ പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മളോട് പറയാനായി ആഗ്രഹിക്കുന്നത് തന്നെയാണ്, നമ്മളും ദൈവവചനം അനുസരിച്ച് മാത്രമേ മൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മുടെ ഇഷ്ടപ്രപോലെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായി ശ്രമിക്കരുത്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 9-10 വചനങ്ങൾ. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 9-10 വചനങ്ങൾ. ആ ഭാഗം എന്താണ് ഒരു പുരോഹിതൻ്റെ വചനവും പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചുമതല എന്ന് രേഖപ്പെടുത്തുകയാണ്. 33-ാം അധ്യായം 9-10 വചനങ്ങൾ. 1, ലേവ്യ പുരോഹിതന്മാരെക്കുറിച്ച് പറയുകയാണ്. ലേവി ഗോത്രത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് പറയുന്ന പശ്ചാത്തലം, മോശ മരിക്കുന്നതിന് മുൻപ് എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളെയും ഓരോ ഗോത്രങ്ങൾക്കും കൊടുക്കേണ്ടുന്ന ബ്ലെസ്സിങ്സ് കൊടുത്ത് അദ്ദേഹം പറയുന്ന ഏറ്റവും ഒടുവിലത്തെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ് 33-ാം അധ്യായം. മറക്കരുത്, ആവർത്തന പുസ്തകം 33-ാം അധ്യായം എന്ന് പറയുന്നത് മോശ മരണത്തോട് അടുക്കുമ്പോൾ 12 ഗോത്രങ്ങളെയും അനുഗ്രഹിച്ച് പറയുന്ന വചനങ്ങളാണ്. അതിൽ ലേവി ഗോത്രത്തിന് ദൈവം നൽകിയിട്ടുള്ള ചുമതല എന്നത് പൗരോഹിത്യ ശുശ്രൂഷയായിരുന്നു. അവരോട് ദൈവം പറയുന്നത് 9-ാം വചനം, നിന്റെ വചനം പ്രമാണിക്കാൻ. ഒന്നാമത് അവരുടെ ചുമതല എന്താണ്? ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് നിന്റെ നിയമം കാത്തുകൊള്ളുന്നത് ലേവി പുരോഹിതന്മാരുടെ ചുമതലയാണ് അവർ ചെയ്യേണ്ടത്. അവർ ദൈവത്തിൻ്റെ എല്ലാ വിധികളെയും ഇസ്രായേലിന് ന്യായപ്രമാണത്തെയും ഉപദേശിച്ച് കൊടുക്കണം. അതിൻ്റെ അർത്ഥം ജനത്തെ എന്ത് പഠിപ്പിക്കണമെന്നതാണ്? ജനത്തെ ദൈവവചനം
പഠിപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം ജനത്തിന് പറഞ്ഞു കൊടുക്കണം. കാരണം അതിലൂടെ ജനത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ദൈവം നൽകുമെന്നതാണ് ദൈവം പറയാനായി ആഗ്രഹിക്കുന്നത്. ഇനി ഒരു ഭാഗം കൂടി നമ്മൾ വായിക്കുന്നു. 2 ദിനവൃത്താന്തം 17-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 17-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു രാജാവിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. ആ രാജാവിൻ്റെ പേരാണ് യഹോശാഫത്ത്. യഹോശാഫത്ത് രാജാവ് അവിടെ രാജാവായപ്പോൾ അദ്ദേഹം ചെയ്തൊരു കാര്യം, അവിടെ ബാൽ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ധാരാളം ജനങ്ങളുണ്ടായിരുന്നു. 4-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന അന്യ ദൈവാരാധനകളെയെല്ലാം പൂർണ്ണമായി നീക്കിക്കളഞ്ഞു. 6-ാം വാക്യത്തിൽ അവൻ യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അശേരാ പ്രതിഷ്ഠകളെയും യഹൂദായിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹൂദ രാജാവായിരുന്നു യഹോശാഫത്ത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാജവാഴ്ചയുടെ 3-ാം ആണ്ടിൽ അദ്ദേഹം വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ചെയ്ത ഒരു കാര്യം, കുറച്ച് പ്രഭുക്കന്മാരെയും അതുകൂടാതെ കുറേ ലേവ്യ പുരോഹിതന്മാരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജനത്തിന് ദൈവവചനം പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് വായിക്കാം 7-ാം വചനം. അവൻ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ യഹൂദ നഗരങ്ങളിൽ നിന്ന് ഉപദേശിപ്പാനായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ജനത്തെ വചനം പഠിപ്പിക്കാനായിട്ട് ബെൻ ഹയീൽ, ഓബത്യാവിനെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഓബത്യാവ്, പിന്നെയോ സെക്കരിയാവിനെ അറിയാമല്ലോ, സെക്കരിയാവ്, നഥനയേൽ, മീഖ ഇത്രയും പേര് പ്രഭുക്കന്മാരാണ്. ഇവരോട് പറഞ്ഞു, ഇവരോട് ദൈവവചനം പോയി ജനത്തെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. 2-ാമത് ഇവരെ കൂടാതെ ശെമയ്യാവ്, നെഥന്യാവ്, സെബദ്യാവ് ഇങ്ങനെ തുടങ്ങി ഈ ലേവ്യരെ അവരോട് കൂടെ അയച്ചു. പിന്നെ എലീശാമ, യഹോറാം എന്നീ പുരോഹിതന്മാരെയും അയച്ചു. ഇങ്ങനെ 3 വിഭാഗം ആൾക്കാരെ വചനം പഠിപ്പിക്കാനായിട്ട് അയക്കുകയാണ്. ആരൊക്കെയാണ്? ഒന്ന്, ജനത്തിൻ്റെ ഇടയിൽ ദൈവവചനം അറിയാവുന്ന ഒരു കൂട്ടം പ്രഭുക്കന്മാർ. അവർക്ക് നല്ല രീതിയിൽ ജനത്തോട് വചനം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ അറിയാം. 2-ാമത് ലേവ്യരിൽ ശുശ്രൂഷ ചെയ്യുന്ന കുറച്ച് പേർ. പിന്നെയോ പൗരോഹിത്യ ശുശ്രൂഷ അർപ്പിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ലേവ്യരിൽ നിന്നുള്ള കുറച്ച് പേർ. ഇത്രയും പേരിൽ നിന്ന് അവരോട് പറയുന്ന ഒരു കാര്യമാണ്, അവർ യഹൂദായിൽ ഉപദേശിച്ചു. എന്ത് ഉപദേശിച്ചു? ദൈവവചനം ഉപദേശിച്ചു കൊടുത്തു. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ന്യായപ്രമാണ പുസ്തകം, ദൈവവചനം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ദൈവവചനം കയ്യിലുണ്ടായിരുന്നിട്ടും ജനത്തിനത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ജനം ഏക സത്യദൈവമായ യഹോവയെ വിട്ട് അന്യ ദൈവാരാധനകളിലേക്ക് പോയതും ജനം വീണ്ടും തിന്മകളിലേക്കും തെറ്റുകളിലേക്കും അധാർമികതയിലേക്കും അവരെത്തപ്പെടുകയും ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയിട്ട് യഹോശാഫത്ത് രാജാവ് രാജവാഴ്ചയുടെ 3-ാം ആണ്ടിൽ 3 വിഭാഗം ആൾക്കാരെ, പ്രഭുക്കന്മാരെ, ലേവ്യരെ, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരെ ഒരുമിച്ച് വിളിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന ന്യായപ്രമാണ പുസ്തകവും കയ്യിൽ കൊണ്ടുപോയി അവർ യഹൂദ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു. 9-ാം വാക്യം. അവരെന്ത് ചെയ്തു? അവർ ന്യായപ്രമാണ പുസ്തകവും കൊണ്ടുപോയി സഞ്ചരിച്ചെന്ന് അവർ വെറുതെ ഇരുന്നില്ല. അവർ സഞ്ചരിച്ച് എല്ലായിടവും അവർ പോയി. എന്നിട്ട് ജനത്തെ ഉപദേശിച്ചു. ഇതിൻ്റെ അർത്ഥം, ജനം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ട് എങ്കിൽ രാജാവിനറിയാം ജനത്തിന് വചനത്തിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുക്കണം. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വസിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ ദിവസവും ദൈവാലയത്തിൽ വന്ന് വചനം അന്ന് പഠിക്കാനുള്ള അനുവാദമോ സാഹചര്യങ്ങളൊന്നുമില്ല. വർഷത്തിൽ കുറച്ച് സമയം മാത്രമാണ് അവർ ദൈവാലയത്തിലേക്ക് വരുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ അവരവർ വസിക്കുന്ന സ്ഥലത്തിരുന്ന് വേണം എന്തു പഠിക്കാൻ? വചനം പഠിക്കാൻ. അപ്പോൾ ദൈവം നമ്മോട് പറയുന്നത്, നിങ്ങൾ വസിക്കുന്ന ഭവനങ്ങളുണ്ട്, നിങ്ങൾ പാർക്കുന്ന സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയെല്ലാം ദൈവവചനം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ദൈവവചനം നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ ഇന്ന് വായിച്ചു സങ്കീർത്തനം 1. യഹോവയുടെ ന്യായപ്രമാണത്തിൽ ഇഷ്ടപ്പെട്ട് അതിന് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വചനം പഠിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വചനം വായിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് വലിയൊരു ഭാഗ്യാവസ്ഥയാണ്.
അങ്ങനെ യഹോശാഫാത്ത് രാജാവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ പിന്നീട് നമ്മളത് കഴിയുമ്പോൾ വായിക്കും, അവിടെ ജനം ഭയങ്കരമായിട്ട് ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെടുകയാണ്. ആ ദേശത്ത് സമൃദ്ധിയുണ്ടായി, ദൈവജനം അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് തീർച്ചയായും വചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഓരോ ദിവസവും വചനത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധിയും ദൈവം നമുക്ക് മാറ്റിത്തരും. അപ്പോൾ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയത്, ദൈവജനം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ട് എങ്കിൽ ദൈവവചനത്തിൻ്റെ പൊരുൾ വിഭജിച്ച് കൊടുക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ കഴിയുള്ള പുരോഹിതർ വെറുതെ ഇരിക്കാൻ പാടില്ല. അവർ വചനം ജനത്തോട് പറഞ്ഞു കൊടുക്കണം. ഈ പുരോഹിതന്മാർ വചനം എടുത്തപ്പോൾ ജനത്തിന് വിടുതലുണ്ടായി. നമ്മൾ വായിച്ച ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിൽ യഹോശാഫാത്ത് രാജാവ് പറഞ്ഞതുപോലെ പുരോഹിതന്മാർ ബൈബിൾ അല്ലെങ്കിൽ ന്യായപ്രമാണം അല്ലെങ്കിൽ വചനം കയ്യിലെടുത്തപ്പോൾ ജനത്തിന് അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ വചനം നമ്മൾ കയ്യിലെടുക്കുക, ദൈവം നമ്മുടെ ജീവിതത്തെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്, ഇങ്ങനെ അവർ ഗിൽഗാൽ എന്ന സ്ഥലത്ത് എത്തി. നമ്മൾ വീണ്ടും യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം കഴിഞ്ഞ് 5-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് വരണം. അങ്ങനെ അവർ ദൈവവചനത്തെ ശിരസ വഹിച്ചു മുന്നോട്ട് പോയി. അങ്ങനെ ദൈവം അവർക്ക് നല്ലൊരു അനുഗ്രഹം കൊടുക്കുകയാണ്. 9-ാം വാക്യം, യോശുവ 5:9. അങ്ങനെ ഇന്ന് ഞാൻ മിസ്രയീമിൽ നിന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്തു. ദൈവവചനത്തെ അവർ എടുത്തപ്പോൾ അവരുടെ നിന്ദയെ ദൈവം ഉരുട്ടിക്കളഞ്ഞു. എന്നിട്ട് ദൈവം പറഞ്ഞു, ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ അല്ലെങ്കിൽ ഉരുട്ടിക്കളഞ്ഞ സ്ഥലമെന്ന് പേർ വന്നു. ദൈവവചനം കയ്യിലെടുത്തപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ ദൈവം ആ സ്ഥലത്ത് നിന്ന് ഉരുട്ടിക്കളഞ്ഞു. അവർക്കുണ്ടായിരുന്ന പ്രതികൂലങ്ങളെ എന്ത് ചെയ്തു? വൈപ്പ് ഔട്ട് ചെയ്തു, പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റി. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം പറഞ്ഞതനുസരിച്ച് ഇവർ 12 കല്ലുകൾ എടുത്ത് ഗിൽഗാൽ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി നാട്ടി. ആ സ്ഥലത്ത് വെച്ച് ദൈവം അവരുടെ ജീവിതത്തിലെ നിന്ദകളെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അവർ പോകുന്ന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ദൈവം ഉരുട്ടിക്കളഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം പറഞ്ഞതുപോലെ വചനം ഏറ്റെടുത്ത് ആ രീതിയിൽ ദൈവത്തോട് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഗിൽഗാലിൽ നിന്ന് ദൈവം അവിടെ വെച്ച് ഉരുട്ടിക്കളഞ്ഞതുപോലെ നമ്മുടെ നിന്ദയെ ദൈവം ഉരുട്ടിക്കളയും. അല്ലെങ്കിൽ നമ്മൾ നിന്ദിതരായി പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. അപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താണ്? വചനത്തിൻ്റെ മുമ്പിൽ തുറക്കപ്പെടാത്ത ഒരു വാതിലും ഇല്ല. രണ്ടാമത് പറഞ്ഞ കാര്യം, ദൈവവചനം അറിഞ്ഞ പുരോഹിതന്മാർ, പഠിച്ച പുരോഹിതന്മാർ വചനമെടുത്ത് ദൈവം പറയുന്നത് പോലെ നിന്നാൽ ജനത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും. മൂന്നാമത് പറഞ്ഞത് അനുഗ്രഹം കിട്ടിയതിനെക്കുറിച്ചാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുള്ള നിന്ദയെ ദൈവം പൂർണ്ണമായിട്ടും ഉരുട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്തുകൊണ്ട് വയ്ക്കാൻ പറ്റില്ല, ഉരുട്ടിക്കളയുകയാണ്, പൂർണ്ണമായിട്ടും നീക്കിക്കളഞ്ഞു. ദൈവം ജീവിതത്തെ സമൃദ്ധിയിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പല നിന്ദകളും നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. നിന്ദ, പഴി, ദുഷി ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഈ ലോകത്തിലെ മനുഷ്യന് നിങ്ങളുടെ നിന്ദ മാറ്റാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെല്ലാം ഉരുട്ടിക്കളയാനായിട്ട് സാധിക്കും. അതിനെന്താണ് ചെയ്യേണ്ടത്? വചനമെടുത്താൽ, വചനം ശിരസ വഹിച്ചാൽ ജീവിതത്തിലെ നിന്ദയെ ദൈവം മാറ്റിത്തരും. അപ്പോൾ എത്ര കാര്യം പഠിച്ചു? 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അങ്ങനെ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വചനം പഠിച്ചു കഴിഞ്ഞാൽ ഈ 3 ഘട്ടങ്ങളിലൂടെ ദൈവം നമ്മളെ ഇങ്ങനെ മാറ്റി കൊണ്ടുവരും. എന്നിട്ട് ദൈവം നമ്മളെ മറ്റൊരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അത് നമ്മൾ വായിക്കുന്നത് 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിലാണ്. 1 തിമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 6-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. 1 തിമോഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. വചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, വചനം വായിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ദൈവം പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിലെ ചിലതിനെ വിടുവാനായിട്ട് ദൈവം സഹായിക്കും. ദൈവം പറയുന്നത്, നീയോ മനുഷ്യനായുള്ളവേ അത് വിട്ടു ഓടുക. നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ കെട്ടിപ്പിടിച്ച് വച്ചിരിക്കുന്ന ചില തിന്മകളുണ്ട്. അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വിട്ട് കളയാനായിട്ട് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റും. അതായത് വചനം നമ്മളെ ഇങ്ങനെ കഴുകും, വചനം നമ്മളെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ പിടിച്ചു വച്ചിട്ടുള്ള ചില തിന്മകളുണ്ട്, ഇത് നമ്മളെ വിട്ട് പോകും, നമുക്കതിനെ വിടാൻ പറ്റും.
രണ്ടാമത് അവിടെ പറയുന്നത് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ നമുക്ക് പിന്തുടരാൻ സാധിക്കും. ഏത് ഫോളോ ചെയ്താൽ, വചനം ഫോളോ ചെയ്താൽ ദൈവം പറയുന്നു, ഒന്ന് നിനക്ക് നീതിയോടെ ജീവിക്കാൻ പറ്റും, നല്ല ഭക്തി ഉണ്ടാകും, വിശ്വാസത്തിൽ വർധനമുണ്ടാകും, കുടുംബത്തിൽ സ്നേഹം ഉണ്ടാകും, ജീവിതത്തിൽ സ്നേഹം കാണാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും, സൗമ്യത പറ്റും. ഇത് ഏതിൻ്റെ ഫലങ്ങളാണ്? ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ വളർത്തും. അതിനുവേണ്ടി വചനത്തോട് നിങ്ങൾ ചേർന്ന് വരണം. അപ്പോൾ ഒന്നാമത് ചിലത് വിട്ടോടുന്നു, രണ്ടാമത് ചിലതിനെ പിന്തുടരുന്നു. ഇപ്പോൾ ചിലതിനെ വിട്ടാൽ മാത്രമേ ചിലതിനെ പിന്തുടരാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ പിൻപിലുള്ളത് മറന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ ലൈഫിനെ ഞാനങ്ങ് വിട്ടുകളഞ്ഞു. എന്നിട്ട് മുൻപിലുള്ളതിനെ, ഇനി മുന്നിൽ ദൈവം വച്ചിട്ടുള്ളതിനെ ഫോളോ ചെയ്ത് ക്രിസ്തു യേശുവിൻ്റെ രക്ഷ എന്ന ലാക്കിലേക്ക് എനിക്ക് ഓടാനായിട്ട് കഴിയും. പറഞ്ഞത് പിടികിട്ടിയോ? അപ്പോൾ ഒന്ന്, പിന്നിലുള്ളതിനെ വിടാൻ പറ്റും. അപ്പോൾ ചിലത് നമുക്ക് വിടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? വചനത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് മുൻപിൽ തുറക്കപ്പെടാത്തത് കൊണ്ടാണ്. ചില ശീലങ്ങൾ വിടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? വചനം തുറക്കപ്പെടാത്തത് കൊണ്ടാണ്. അപ്പോൾ വചനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലതിനെ നിങ്ങൾക്കങ്ങ് വിടാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയും? യേശുവിനെ പിന്തുടരാനായി സാധിക്കും. നമ്മൾ വായിക്കുന്നു, ഒന്ന് അത് വിട്ടോടുക, രണ്ടാമത് പിന്തുടരുക, മൂന്നാമത് 12ാമത്തെ വാക്യം വിശ്വാസത്തിൻ്റെ പോർ പൊരുതുക. മൂന്നാമത് എന്ത് ചെയ്യുക? പൊരുതാനായിട്ട് പറ്റും, ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത് വിടുക, രണ്ടാമത് ഫോളോ ചെയ്യുക, പിന്തുടരുക, മൂന്നാമത് പോരാടുക, ഫൈറ്റ് ചെയ്യുക. നമ്മൾ യേശുവിനെ പിന്തുടരുമ്പോൾ നമുക്ക് മൂന്നാമതായിട്ടുണ്ടാകുന്ന കുറച്ച് ടെസ്റ്റുകൾ വരും, പല പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. ഒരാൾ യേശുവിനെ പിന്തുടരാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ആദ്യം അത്ര എളുപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ കഴിയും, അതിജീവിക്കാൻ കഴിയും? വിശ്വാസത്താൽ നിങ്ങൾക്ക് പോരാടി നിൽക്കാനായിട്ട് കഴിയും. യേശു പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൻ്റെ ശോധനയിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ജീവൻ്റെ കിരീടം അവകാശമാക്കി നൽകും. അപ്പോൾ നമ്മൾ 3 കാര്യം പറഞ്ഞു. ഒന്ന്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വചനം പഠിച്ചു കഴിഞ്ഞാൽ ചിലതിനെ നമുക്ക് വിടാൻ കഴിയണം. എന്നിട്ട് യേശുവിനെ ഫോളോ ചെയ്യാൻ, അനുഗമിക്കാൻ കഴിയണം. മൂന്നാമത്, നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് ചില പ്രശ്നങ്ങൾ വരും. അതിനെ ഏതിൻ്റെ ശക്തിയാൽ അതിജീവിക്കണം? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്കതിനെ അതിജീവിക്കാനായി കഴിയും. നാലാമത്തെ കാര്യം, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടും. അടുത്തെന്താണ് പറയുക? നിത്യജീവനെ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. വചനം പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ബൈബിൾ സ്റ്റഡി എടുത്തപ്പോൾ യേശു നഥനയേലിനോട് പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓർമ്മയുണ്ടോ? വചനം പഠിച്ചാൽ ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റ് ഏതാണ്? നിത്യതയിൽ ദൈവത്തിനോട് കൂടെ ഇരിക്കാമെന്ന സമ്മാനമാണ് ദൈവം കൊടുക്കുന്നത്. അതേ സമ്മാനം അതുപോലെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ വചനം പഠിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യജീവന് അവകാശികളായി തീരാനായി സാധിക്കും. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വചനത്തിൽ ഉറച്ചു നിൽക്കാനായി ശ്രമിക്കണം. മനസ്സിലായോ? വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ വചനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ പറഞ്ഞ ഒന്ന്, ചിലതിനെ വിടണം, എന്നിട്ട് യേശുവിനെ അനുഗമിക്കണം. മൂന്നാമത്, നിങ്ങൾക്ക് ചില വിശ്വാസ പോരാട്ടങ്ങൾ വരും. അതിനെ യേശുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ അതിജീവിക്കണം, വിട്ടുകൊടുക്കരുത്. ആ വിശ്വാസത്തിൻ്റെ ശോധനയിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവൻ്റെ കിരീടത്തിൻ്റെ അവകാശികളായി മാറാനായി ദൈവം സാഹചര്യം കൊടുക്കും. അതുകൊണ്ടാണ് പറയുന്നത്, വചനം പഠിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് നിങ്ങൾ എവിടെ എത്തുന്നത്? എവിടെയാണ്? നിത്യതയിൽ ദൈവത്തോടൊപ്പം എത്തും. ദൈവത്തെക്കുറിച്ച് പഠിച്ചാൽ ദൈവം ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ലോകത്തെക്കുറിച്ച് പഠിച്ചാൽ ലോകത്തിൻ്റെ ശത്രു ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എത്താനായി കഴിയുകയുള്ളൂ. ദൈവത്തെക്കുറിച്ച് പഠിച്ചാൽ എവിടെ എത്തും? ദൈവം ഇരിക്കുന്നിടത്ത് നിങ്ങളെത്തും. ലോകത്തിൽ മാത്രം നിങ്ങൾ ആശ്രയിച്ചാൽ ലോകത്തിൻ്റെ വഴിയിലുള്ള പിശാചിൻ്റെ ഇടത്തേക്ക് നമ്മളെത്തും. അപ്പോൾ രണ്ട് ഡിസൈഡ് ചെയ്യുന്നത് വചന പഠനമാണ്. വചനം പഠിക്കുന്നതിന് അനുസരിച്ചിരിക്കും നമ്മൾ എവിടെ എത്തും എന്നുള്ളത്. ഇതിനൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കൂടി നമ്മൾ ഇന്ന് പഠിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു ജനത്തോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ജനത്തെ ഉപദേശിക്കുകയാണ്. യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, കടലിൻ്റെ അരികെ ഇരുന്നു. ജനങ്ങൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. അപ്പോൾ യേശു ഒരു പടകിൻ്റെ പുറത്ത് കയറിയിരുന്നു. എന്തിനാണ് പടകിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നത്? എല്ലാവർക്കും കാണാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ
താഴെ നിന്ന് പ്രസംഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇതുപോലെ കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ എന്നെ കുറച്ചുകൂടെ വിസിബിളായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പോഡിയം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു പുൽപിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. യേശു വചനം പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒരു ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നിട്ടാണ് വചനം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ പുൽപിറ്റ് എന്താണ്? വള്ളമാണ്. അപ്പോൾ യേശു എവിടെ പോയാലും ഒരു വള്ളത്തിൻ്റെ പുറത്ത് കയറിയിരിക്കും. ആ ഒരു പുൽപിറ്റിൽ കയറി നിന്നാണ് യേശു ദൈവത്തോട് വചനം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ വചനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യേശു ഒരു കാര്യം പറഞ്ഞു, വിതയ്ക്കപ്പെടുന്ന ഒരു സംഭവമാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, വചനം വിതയ്ക്കുകയാണ്. വചനം വിതച്ചു. ആദ്യം എവിടെ വീണു? ചിലത് വഴിയരികെ വീണു. വഴിയരികെ വീണതിൻ്റെ പ്രത്യേകത എന്താണ്? വഴിയരികെ വീണതെന്ന് പറഞ്ഞാൽ വചനം കേട്ടു എങ്കിലും അത് സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് നേരെ തെറിച്ച് വഴിയിലോട്ട് പോയി. വഴിയിലോട്ട് പോയപ്പോൾ അത് പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. ഒന്നും സ്വന്തമായിട്ട് കിട്ടിയില്ല, എല്ലാം പോയി. രണ്ടാമത് വചനം ചിലത് പാറ സ്ഥലത്ത് വീണു. പാറ സ്ഥലത്ത് വീണപ്പോൾ ചെറിയ രീതിയിലൊക്കെ മുളച്ചു വന്നു. പക്ഷേ വെയിലടിച്ചപ്പോൾ, വെയിലെന്നപോലെ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസപരമായി നിങ്ങൾക്കുള്ള ചില പ്രശ്നങ്ങൾ വരും. അതിൽ വിശ്വാസത്തിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാതെ വന്നതുകൊണ്ട്, വചനത്തിൽ വേരില്ലാത്തത് കൊണ്ട് വേഗത്തിൽ ഉണങ്ങിപ്പോയി. മൂന്നാമത്തത് നമ്മൾ വായിക്കുന്നു, ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീണു, അത് മുളച്ചു വന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം വചനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിട്ടുകളയണം, ഫോളോ ചെയ്യണം. മൂന്നാമത് എന്താണ് വരുന്നത്? മൂന്നാമത് വിശ്വാസത്തിൻ്റെ ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ ജയിക്കാൻ കഴിയാതെ വീണ്ടും മറ്റ് മുള്ളുകൾ കൊണ്ട് ഞെരുക്കിക്കളഞ്ഞു. അങ്ങനെ മുള്ളുകൾ ഞെരുക്കിയപ്പോൾ അവിടെ ഇരുന്ന് ഞെരുങ്ങി വളരാനായിട്ട് കഴിയാതെ നമ്മൾ പോയി. എന്നാൽ നാലാമതൊരു കാര്യം പറയുന്നുണ്ട്, എന്നാൽ കുറച്ചത് വിത്ത് നല്ല നിലത്ത് വീണു. അതെന്ത് ചെയ്തു? 30 മേനി 60 മേനി 100 മേനിയായി വിളയുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വചനത്തിലൂടെ ലഭിക്കുന്നതിന് ഒരു തടസ്സം വരാൻ സാധ്യതയുള്ള കാര്യം കൂടെ യേശു പറഞ്ഞു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നിത്യത എന്ന ദൈവ അനുഗ്രഹത്തിലേക്ക് എത്തണമെന്നുണ്ട് എങ്കിൽ നമുക്കുള്ള തടസ്സം എന്താണ്? ചിലപ്പോൾ നമ്മൾ വഴിയരികെ വീണിട്ട് പറയും, ഇത് നമുക്കുള്ളതല്ല, നമ്മുടെ വയലിൽ വീഴേണ്ടതല്ല, പൊയ്ക്കൊള്ളട്ടെ എന്ന് പറയും. ഇത് വഴിയരികെയുള്ള ആരെങ്കിലും എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പോകും. പാറ പോലെയുള്ള ഹൃദയങ്ങളുള്ളവർക്ക് എന്ത് സംഭവിക്കും? കഠിന ഹൃദയമുള്ള മനുഷ്യർക്ക് എത്ര വചനം കേട്ടാലും പറയും, ഇതെനിക്കുള്ളതൊന്നുമല്ല, ഇത് വേറെ ആർക്കെങ്കിലും ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനെ തട്ടിയും കളയും. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വചനം ഒരിക്കലും ആഴ്ന്നിറങ്ങാനായിട്ട് കഴിയില്ല. പിന്നെയോ വചനം മുളച്ചു വരും, പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, രോഗം വരുമ്പോൾ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എല്ലാം കൂടെ കൊണ്ട് ഞെരുക്കുമ്പോൾ ഈ വചനത്തിന് പിടിച്ചിരിക്കാനായിട്ട് കഴിയില്ല. എല്ലാം കൊണ്ട് ഡൗൺ ആകും. ഒരു ചെറിയ ഫാമിലി പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അങ്ങ് ഡൗൺ ആകും. ഒരു സാമ്പത്തിക ക്ലേശം വരുമ്പോൾ അതിലങ്ങ് ഡൗൺ ആകും. പക്ഷെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, വചനത്തിൽ നല്ല സമൃദ്ധമായ നിത്യരാജ്യമെന്ന ദൈവരാജ്യത്തിൻ്റെ വയലിൽ അത് വീണ് 100, 60, 30 മേനിയുമായിട്ട് വിളഞ്ഞവർ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് വചനം പഠിക്കണം. പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. വചനത്തിന് മുമ്പിൽ ഇനി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഒന്നുമില്ലാതെ വീട്ടിലോട്ട് പോകരുത്. വചനത്തിന് മുമ്പിൽ തുറക്കപ്പെടാത്ത ഒരു വാതിലും ഇല്ല. വചനം അറിയാവുന്നവർ വചനം തുറന്നു കഴിഞ്ഞാൽ ജനം അനുഗ്രഹിക്കപ്പെടും. എന്താണ് അവർക്ക് കിട്ടുന്ന അനുഗ്രഹം? അവരുടെ ജീവിതത്തിൽ നിന്നയെ ദൈവം മാറ്റിക്കൊടുക്കും. നിന്നയെ ദൈവം മാറ്റി തന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത് ചെയ്യേണ്ടത് ചിലതിനെ അങ്ങ് വിട്ടുകളയണം. എന്നിട്ട് ആരെ അനുഗമിക്കണം? യേശുവിനെ അനുഗമിക്കണം. അനുഗമിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരും. അതിനെ വിശ്വാസത്താൽ പ്രതിരോധിച്ച് ജീവിതത്തിൽ മുന്നേറണം. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യമായ സ്ഥലത്ത് ദൈവം അവകാശം തരും. അതിന് 3 തടസ്സങ്ങൾ ദൈവം ഓർമ്മിപ്പിച്ചു. ഒന്ന്, വഴിയരികിൽ വീണിട്ട് കാര്യമില്ല, പാറമേൽ വീണിട്ട് കാര്യമില്ല, മുള്ളിനിടയിൽ വീണിട്ടും കാര്യമില്ല. വചനം നല്ല നിലങ്ങളാകുന്ന ഹൃദയത്തിൽ പതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർഷങ്ങളോളം ജീവിതാന്ത്യം വരെ നിത്യമായ സന്തോഷം നൽകുന്നതാക്കി അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നു മുതലൊരു ഡിസിഷൻ എടുക്കണം. എന്ത് ചെയ്യണം? വചനം വായിക്കണം. വചനം വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കണം.